നമസ്കാരം. അമേരിക്കയിൽ ട്രംപിന്റെ ഭരണസമയത്ത് തന്നെ ഡീപ് സ്റ്റേറ്റ് വലിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അതിന്റെ തെളിവാണ് ഹിൻഡൻബർഗ് അദാനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ പടച്ചുവിട്ടതും അതിന്മേൽ കോടതിയിൽ കേസെടുത്തതും. എല്ലാം വ്യാജമാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നു എന്ന് അറിഞ്ഞതോടെയാണ് ഹിൻഡൻബർഗ് സ്ഥാപനം പൂട്ടി ഒളിച്ചോടിയത്. കൂടാതെ അദാനിക്കെതിരെ വിധി പ്രസ്താവന നടത്തിയ ജഡ്ജി രാജിവെക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിൽ വ്യവസായി ഗൗതം അദാനിക്കെതിരെ US കോടതി എടുത്ത നടപടി വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. സൗരോർജ്ജ കരാറുകൾ നേടാനാണ് കൈക്കൂലി നൽകിയതെന്നും അത് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും മറച്ചുവെച്ചു എന്നുമായിരുന്നു അദാനിക്കെതിരായ കേസ്. എന്നാൽ നടപടിക്കെതിരെ അന്ന് US കോൺഗ്രസ് അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. കേസെടുത്തത് ഒരു ഗൂഢ ലക്ഷ്യമായിരുന്നുവെന്നും ട്രംപ് പാർട്ടിയാണ് ആ ആരോപണങ്ങൾ ഉയർത്തി രംഗത്തെത്തിയത്. അതിന് തെളിവാണ് ട്രംപിന്റെ വരവോടെ ജഡ്ജി തന്നെ ഓടി ഒളിച്ചത്. അപ്പോൾ ഈ കേസ് എത്ര സത്യമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദാനിക്കെതിരെ നടപടിയെടുത്തത് US ഇന്ത്യ ബന്ധത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും US നിയമവകുപ്പിന്റെ സമീപനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാകുമെന്നും കാണിച്ച നേതാക്കൾ US അറ്റോർണി ജനറൽ പവേല ബോണ്ടയ്ക്ക് കത്ത് കൈമാറുകയും ചെയ്തു. ബൈഡന്റെ ഭരണത്തിന് കീഴിൽ ഗൗതം അദാനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. ജോ ബൈഡന്റെ ഭരണത്തിൽ US നീതിന്യായ വകുപ്പ് കാണിച്ചത് ഇരട്ടത്താപ്പ് തന്നെയാണ്. കാരണം ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും അടുത്തിടെ ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡമിനെതിരായ അഴിമതി ആരോപണം നിയമവകുപ്പ് തള്ളിയിരുന്നു. ഫെഡറൽ നിയമനിർവഹണത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മേയർക്ക് അനുകൂലമായ നിലപാട് കൈക്കൊണ്ടത്. ചോദ്യമുയരുന്നത് കാരണവും ഇത് തന്നെയാണ്. കാരണം കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കുകയും അതേസമയം സമാന ആരോപണം ഉയർന്ന വിദേശ വ്യവസായിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ നടപടികൾ നിർത്തിവെക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ അമേരിക്കൻ ബിസിനസ് മത്സരശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രായോഗിക സമീപനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കർശന വ്യവസ്ഥകളുടെയും ചട്ടക്കൂട്ടുകളുടെയും പേരിൽ പലപ്പോഴും FCAP നിയമങ്ങൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അദാനിക്കെതിരായ നടപടികൾ ഇന്ത്യ US ഉഭയകക്ഷി ബന്ധം വഷളാക്കാൻ കാരണമാകുന്നുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ഇന്ത്യ നിർണായകമായിരിക്കുന്നു ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി മികച്ച ബന്ധം നിലനിർത്തേണ്ടത് US സംബന്ധിച്ച പ്രധാനമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യവസായിക്കെതിരായ നടപടി തെറ്റായ സന്ദേശം നൽകാൻ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഇന്ത്യയെ പോലുള്ള രാജ്യവുമായി ബന്ധം ദൃഢമാക്കാനാണ് ഇപ്പോൾ അമേരിക്ക ശക്തിപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ഈ നിയമങ്ങളെല്ലാം തന്നെ എടുത്ത് കളഞ്ഞതും. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.